ദയവീത് വേണ്ടെന്ന് പറയില്ലമ്മേ. എന്റെ വിവാഹം കഴിഞ്ഞു പോയാൽ അമ്മയെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? അമ്മ ഈ സ്ഥിതിയിലുള്ളപ്പോ എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ല. എന്നാൽ ഗൗരിയുടെ കാര്യം അതല്ല. നാളെ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കാമെന്നും കൂടെ വിളിച്ചോണ്ട് പോകാമെന്ന് ആ സ്കൂൾ മാസ്റ്റർ സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ ആ മാസ്റ്റർക്ക് വാക്ക് കൊടുത്തമ്മേ. ഇപ്പൊ അമ്മ ഇതിന് തടസ്സം നിന്നാൽ ഇതും മുടങ്ങിപ്പോവമ്മേ. എന്തു വന്നാലും ഗൗരിയുടെ കല്യാണം നീട്ടിവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അമ്മേ. ദയവീത് സമ്മതിക്കണമേ. അവളെ ആശീർവദിക്കണമേ. നോക്കൂ, ഞാൻ ഗൗരിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സാരിയാ. എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടുണ്ടോ? ശരി മോളെ, ദൈവമൊക്കെ നല്ലത് വരുത്തട്ടെ. ഗൗരി, ഇതെങ്ങനെയുണ്ട് നോക്ക്. വളരെ നന്നായിട്ടുണ്ട്. ആട്ടെ, ഇത്രയും വിലയുള്ള സാരി എന്തിനാ ചേച്ചി? ഏയ്, നിന്നേക്കാൾ വലുതാണോടി പണം? നീ അമ്മയ്ക്ക് കഞ്ഞി ഉണ്ടാക്കി കൊടുക്ക്. ഞാൻ കടയിൽ ചെന്ന് നിനക്കുള്ള ആഭരണം മേടിച്ചോണ്ടിരാം. ശരി ചേച്ചി, ഞാൻ വരണേ. ശരി മോളെ, രാത്രി ആവുന്നതിന് മുമ്പ് വരണേ. ഗൗരി, നിന്റെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്താനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് അവിടെ വരാനുള്ള യോഗമില്ലല്ലോ മോളെ. അതുകൊണ്ട് ഈ സാരി ഉടുത്ത് എന്നെ മണവാട്ടി വേഷത്തിൽ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ഒന്നും ഉടുത്തിട്ട് വാ മോളെ. അങ്ങനെ ആവട്ടമ്മേ. എന്റെ മോളെ, കണ്ണു നിറയെ കണ്ടു. എനിക്കിപ്പോ സന്തോഷമായി. വേഗം പോയി ഇതൊക്കെ അഴിച്ചു വെച്ചേക്കോ നീ. വേണ്ടമ്മേ, ചേച്ചി വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കാം. ഈ വേഷത്തിൽ ഈ അനുജത്തെ കണ്ട് ചേച്ചി സന്തോഷിക്കട്ടെ. പുരുഷോത്തമൻ, എന്താണ് അബാ? രാധ ആളെണ്ണം പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൗകര്യമായി. നീ ഫോൺ നോക്കിയാ. ആര്? മാനേജറാണോ? ഞാനാ. ആ രാധ എന്ന തെരുവിലൊക്കെ ഡാൻസ് കളിക്കുന്ന പെണ്ണില്ലേ, ആഭരണങ്ങൾ വാങ്ങാൻ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ബില്ല് കൊടുക്കാതെ പണം വാങ്ങിക്കൊണ്ട് ആഭരണങ്ങൾ കൊടുത്തേക്കും. അവൾ പോയതിനു ശേഷം പോലീസിന് ഫോൺ ചെയ്ത് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്ന് പറയും. ബാക്കി വരുന്ന കാര്യങ്ങൾ ഞാൻ എസ് പിയോട് സംസാരിച്ച് ശരിയാക്കാന്ന്. ഇൻസ്പെക്ടർ ജോൺസൺ സർ. ഓക്കെ സർ. ഇതാ പോകും സാർ, ഇവിടെ തന്നെ. വണ്ടി നിർത്തോ. നിക്കണേ ഇവിടെ. ഇവിടെ തന്നെ സാർ. ഇവിടെ ആഭരണക്കടയിൽ പോയിരുന്നോ? എന്തിന്? ചെയിനും 2 വളകളും വാങ്ങാൻ. എവിടെ കാണിക്കൂ. ഇത് തന്നെയാണ് സാർ. ഇവൾ ഞങ്ങളുടെ കടയിൽ വന്ന ആഭരണങ്ങൾ തിരിച്ചു മറിച്ചു നോക്കി. എന്നിട്ട് ഒന്നും വാങ്ങാതെ തിരിച്ചു പോന്നു. ഇവൾ പോയതിനു ശേഷം നോക്കിയപ്പോ ആഭരണങ്ങൾ കാണാനില്ല. അതുകൊണ്ടാ ഫോൺ ചെയ്തത്. സാർ, ഇത് ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് സാർ. ബില്ലെവിടെ? അവര് ബില്ല് വേണ്ടെന്ന് പറഞ്ഞു സാർ. ഓഹോ, ബില്ല് വേണ്ടെന്ന് പറഞ്ഞോ? ഇത് പണം കൊടുത്ത് വാങ്ങിച്ചാണ് സാർ. അതൊക്കെ കോർട്ടിൽ പറഞ്ഞാൽ മതി. യു ആർ അണ്ടർ അറസ്റ്റ്. അമ്മേ, എന്താ മോളെ? ചേച്ചി ഇതുവരെ കണ്ടില്ലല്ലോ. വളരെ നന്നായിട്ടു. വിശന്ന് പൊരിഞ്ഞു വരുന്നവന് വിഭവസമൃദ്ധമായ സദ്യ കിട്ടിയ പോലുണ്ട്. നീയോ? എന്തിനോടാ? മര്യാദയ്ക്ക് വിളിപ്പിച്ചു. ചോദിച്ചത്ര പണം തരാമെന്ന് പറഞ്ഞപ്പോ അന്നെന്റെ ചെകിട്ടത്തടിച്ചു പോയില്ലേ നിന്റെ ചേച്ചി. ഈ പുരുഷോത്തമൻ എന്താഗ്രഹിച്ചാലും അത് സാധിക്കാതെ പോയിട്ടില്ല.
ഓടിയോ? ഉം. ഏയ്, ഉണ്ടാക്കാതെ. അയ്യോ ആരുമില്ല ഇവിടെ. ഓടി വരണേ. എന്റെ മോളെ രക്ഷിക്കണേ. അയ്യോ ഏയ്, എത്തിയിടാ അവിടെ. ബഹളം ഉണ്ടാക്കാതെ നീ. ആര്? അടങ്ങി കിടക്കണേ ഇവിടെ. ആ. വയ്ക്കടാ അവർക്ക് തീ. ശരി മുതലാളി. ഇന്ന് തന്നെ നേരെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിലേക്ക് എന്തിന്? ആ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൊല്ലാനോ പകരം വിട്ടാനോ വന്നതല്ല. പിന്നെ എന്തിനാണ് വന്നത്? ജയിലിലായിരുന്ന സമയം മുഴുവനും ഞാൻ ചിന്തിക്കുകയായിരുന്നു, അന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മയും അനുജത്തിയും മരിക്കുമായിരുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കാമായിരുന്നു. അന്ന് എനിക്ക് ആ ബുദ്ധി ഇല്ലാതെ പോയി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ തയ്യാറായിട്ടാണ്. എന്തും അനുസരിക്കാൻ. നിങ്ങളുടെ കാലിൽ വീണ് അപേക്ഷിക്കേണ്ട, എന്നെ സ്വീകരിക്കും. എനിക്കാരുമില്ല, എന്നെ രക്ഷിക്കും. എന്നെ ഉപേക്ഷിക്കരുത്. നീ എന്നെ അനുസരിക്കാമെന്ന് സമ്മതിച്ചോ? ശരി തന്നെ. എല്ലാം അനുഭവിച്ചപ്പോഴാണ് ബുദ്ധി വന്നത്. എന്നെ കൈവിടരുത്. ഞാൻ നിങ്ങളെ വിശ്വസിച്ചാണ് വന്നത്. എന്നെ വിശ്വസിക്കൂ. നിന്നെ പോലത്തെ പെൺസർപ്പം ഇത്ര പെട്ടെന്ന് അടങ്ങി ഓടി വന്നത് എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അതെന്താ? അപ്പോ എന്നെ വിശ്വാസമില്ലേ? എന്റെ വലത് കൈക്ക് ഇടത് കൈയേ വിശ്വാസമില്ല. അതാണ് എന്റെ സ്വഭാവം മോളെ. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. ഈ മാളികന്ന് താഴെ ചാടണോ, അതോ വിഷം കുടിച്ച് മരിക്കണോ? എന്ത് ചെയ്യണം? വേണ്ട വേണ്ട, അത്ര വലിയ ത്യാഗമൊന്നും വേണ്ട. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. ആട്ടെ, നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ചോളാം. വെരി ഗുഡ്. ഇതാണ് നിനക്കുള്ള ആദ്യത്തെ ടെസ്റ്റ്. ഹലോ, ഞാൻ പുരുഷോത്തമനാണ് സംസാരിക്കുന്നത്. ഹലോ മിസ്റ്റർ പുരുഷോത്തമൻ, ഗുഡ് മോർണിംഗ്. എന്ത് പാർട്ടിയോ?